Hi, hello, welcome back to my YouTube channel Blush with Arya. സോ ഇന്ന് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ഷർമിക തമിഴ്നാട്ടിലുള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. ഭയങ്കര നല്ല അടിപൊളി ടിപ്സൊക്കെയാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞു തരിക. അപ്പോൾ എനിക്ക് അതിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഫേസ് പാക്ക് ഞാൻ 7 ഡേയ്സ് ചലഞ്ച് ചെയ്തിട്ട് അത് ഞാൻ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡോക്ടറിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇത് കുറേ പേര് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനും ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഡോക്ടർ എന്തിനാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ മെയിനായിട്ട് ടാൻ റിമൂവ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഭയങ്കര നല്ലൊരു ഗ്ലോയി സ്കിൻ കിട്ടണം. അതുപോലെ തന്നെ ടാൻ റിമൂവ് ചെയ്യാനും എല്ലാത്തിനും സ്കിൻ ടൈറ്റൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്ക് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിത് 7 ഡേയ്സ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് 2 ദിവസം വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്ക് ഇടാനായിട്ട് പറ്റിയില്ല, എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലത്തെ കുറേ അധികം നല്ല വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നാണ്. ആദ്യം ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയിരുന്നു. പക്ഷെ ഞാനിതുപോലെ ഒരു പാക്കും ഇടാത്ത സമയത്തൊക്കെ എന്തിട്ടാലും ഭയങ്കര ഇച്ചിങ് ആയിട്ട് ഭയങ്കര ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ പാക്കും ഇതുപോലെ ട്രൈ ചെയ്ത് എൻ്റെ സ്കിൻ ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നിൽ നിന്ന് മാറി ഏത് പാക്ക് ഇട്ടാലും എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും വരുന്നില്ല കേട്ടോ. പക്ഷെ ഈ ഒരു ഫേസ് പാക്ക് എനിക്ക് ഇടാൻ പോകുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പയറുപൊടി എനിക്ക് ചെയ്തില്ല. ഞാൻ പയറുപൊടി എൻ്റെ ഒരു ഫേസ് പാക്കിൽ ഞാൻ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. മുമ്പൊക്കെ ഞാൻ ഉൾപ്പെടുത്തുമ്പോഴൊക്കെ എൻ്റെ ഫേസിലൊക്കെ അതുപോലെ ഇറിറ്റേഷൻസ് ഒക്കെ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഫേസ് പാക്ക് എനിക്ക് ഇടുന്ന സമയത്ത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് വരുമോ അല്ലെങ്കിൽ റെഡ്നെസ് വരുമോ എന്നൊക്കെ എനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, കുരുക്കളും വന്നില്ല, അതുപോലത്തെ ഒരു പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു വിൻ്റർ സീസണിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പയറുപൊടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുന്ന ഒരു സംഭവം തന്നെയാണ് പയറുപൊടി. പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഫേസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് എന്താണ്, നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ തന്നെ ഓരോ ദിവസവും ഞാൻ ഫോട്ടോസ് വീഡിയോസ് ഞാനതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഇതിനു വേണ്ടി ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുപയറാണ് കേട്ടോ വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയർ കഴുകി അത് ഉണക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരു ഓറഞ്ചാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ദിവസം നമുക്ക് ഒരു പാക്ക് തയ്യാറാക്കാൻ നമുക്കൊരു 2 അല്ലി വലിയ ഓറഞ്ച് അല്ലി എടുക്കുകയാണെങ്കിൽ അത് അത്ര മതിയിട്ട് നമുക്ക് കഴുത്തിലും ഫേസിലിടാൻ അത്ര മാത്രം മതി. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ എത്ര ആവശ്യം വരുമെന്ന് അറിയില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 3 അല്ലി നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കുക, അതിൻ്റെ ജ്യൂസ് എടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. അതിന് ശേഷം എന്താ പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പയർ പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ എന്തെങ്കിലും ആക്കിയിട്ട് നന്നായിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് 1 സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഓറഞ്ച് ജ്യൂസ് കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ, നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ കുറച്ച് കൂടുതൽ കോക്കനട്ട് ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഓയിലി സ്കിന്നാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ് ഞാനിത് യൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഞാൻ കഴുത്തിലും കൂടി ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്താലാണ് ഇതിന് മാറ്റം എന്താണെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് പയറുപൊടി ചെയ്തില്ല കേട്ടോ. അപ്പം പയറുപൊടിയും ഈ ഓയിലും ഓയിൽ കുഴപ്പമില്ല, നമുക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. പയറുപൊടി ആയതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഫേസ് എന്തെങ്കിലും ഇച്ചിങ്ങോ അല്ലെങ്കിൽ റെഡ്നെസ് ഒക്കെ ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഫസ്റ്റ് ഒരു യൂസിലുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്കത് റെഡി ആയിട്ടോ. അത് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് കഴുകി കളയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് കഴുകി കളയുമ്പോൾ നന്നായിട്ട് ഫേസ് സ്ക്രബ് ചെയ്തിട്ടാണ് ഈ ഒരു
ഫേസ് പാക്ക് നമ്മൾ കഴുകി കളയേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് റിസൾട്ടിൽ തന്നെ എനിക്ക് നല്ലൊരു മാറ്റം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ട്, നമ്മുടെ നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് അധികം കാണാൻ പറ്റില്ല, എനിക്ക് കഴുത്തിന് നല്ല മാറ്റം, അതായത് ഫേസിൽ എനിക്ക് ടാനൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫേസ് ഗ്ലോയിങ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കഴുത്തിൽ എന്താണെന്ന് വെച്ചാൽ കഴുത്തിൽ എനിക്ക് നല്ല മാറ്റം വന്നു കേട്ടോ. കഴുത്ത് കുറച്ച് നന്നായിട്ട് ബ്രൈറ്റൻ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഫസ്റ്റ് യൂസിൽ പിന്നെ ലാസ്റ്റ് ഡേ വരെ എനിക്ക് ഉപയോഗിച്ചപ്പോൾ നല്ലൊരു മാറ്റം എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ട്, അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇനി സെക്കൻഡ് ഡേ നമുക്ക് കാണാം. സെക്കൻഡ് ഡേ ഞാൻ ഫേസ് പാക്ക് ഇതുപോലെ തയ്യാറാക്കി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തു കേട്ടോ. ഇതുപോലെ ഫേസിൽ ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്കൻഡ് ഡേ ഇതുപോലെ അപ്ലൈ ചെയ്തത്. കഴുത്തിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഡ്രൈ ആയതിന് ശേഷം 20 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും വാഷ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡേ എനിക്കിതുപോലെ കുറച്ച് ഗ്ലോയിങ് ആയിട്ട് പോലെ തോന്നി, കുറച്ച് ബ്രൈറ്റൻ ആയ പോലെയൊക്കെ എനിക്ക് സെക്കൻഡ് ഡേ എനിക്കിതുപോലെ ഫീൽ ചെയ്തു കേട്ടോ. സെക്കൻഡ് ഡേ ഇട്ടപ്പോൾ എനിക്ക് വലിയ ഇറിറ്റേഷൻസോ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇത് തേർഡ് ഡേ ആണ് കേട്ടോ ഞാനിത് അപ്ലൈ ചെയ്യണത്. അപ്പോൾ എപ്പോഴും നിങ്ങളിത് ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ തേർഡ് ഡേ ആണ് ഇത് ട്രൈ ചെയ്യണത്. എനിക്ക് അത്യാവശ്യം നല്ലൊരു മാറ്റം എൻ്റെ ഫേസിൽ വന്നു എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. നല്ല ഗ്ലോയിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫേസ് നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ ചിലപ്പോൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് 7th ഡേ ആണ് കേട്ടോ. ഞാൻ 2 ദിവസം ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, വീഡിയോസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഇത് 7th ഡേ ആണ്. ഈ ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടാണ് കേട്ടോ ഇത് ഫീൽ ചെയ്തത്. സോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ കേട്ടോ. ചിലപ്പോൾ എൻ്റെ ഫേസിൽ എനിക്ക് അധികം ടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം കുറച്ച് എന്ത് മാറ്റം വന്നതെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഭയങ്കര ടാൻ അടിച്ച് നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ്. ഞാൻ മസ്റ്റായിട്ട് നിങ്ങളോട് ട്രൈ ചെയ്യാനാണ് പറയാം. അത്രയും കിട്ടില്ല റിസൾട്ട് നമുക്ക് തരും. അതുപോലെ തന്നെ ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് നമ്മുടെ സ്കിൻ ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പയറുപൊടിയൊക്കെ നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടാൻ റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ടുള്ളൊരു പയറുപൊടി കൊണ്ടുള്ള പാക്കുകളൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ബോഡി ബാത്തിങ്ങിന് പറ്റിയിട്ടുള്ള ഞാൻ പൗഡർ ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ, പയറുപൊടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യാൻ അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന ഓവറായിട്ട് എക്സസ് ആയിട്ടുണ്ടാകുന്ന ഓയിലൊക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ടാൻ റിമൂവ് ചെയ്യാൻ ദ ബെസ്റ്റ് ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഫ്യൂച്ചറിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടുകയാണെങ്കിൽ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അടുത്ത് ബെല്ലൈക്കനും കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫേസ് പാക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.